ഇത് നമ്മുടെ പുറത്തും കയ്യിലും കഴുത്തിലൊക്കെ ഉള്ള ചൂട് കുരുവിന് പറ്റിയ ഒരു ഓയിൽ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. നല്ല അടിപൊളി ഓയിലാണ്, നല്ല എഫക്റ്റീവാണ്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 2 പിടിയോളം തുളസി ഇലയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. തുളസി ഇല ഇങ്ങനെ നുള്ളിയെടുക്കില്ലേ, ഈ ഒരു രീതിയിൽ എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കിയതിന് ശേഷമാണ് കേട്ടോ അത് കാണിക്കുന്നത്. ഞാനിവിടെ 2 തണ്ട് കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വലുതാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇത് വളരെ നല്ലതാണ്. നമ്മൾ സൺബേണൊക്കെ ഏറ്റ് കഴിഞ്ഞാൽ കറ്റാർവാഴ തേക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ ചൂടുകുരു വന്നിട്ടുള്ള ഈ ഒരു ബുദ്ധിമുട്ട് മാറാൻ വേണ്ടി ഇതുപോലെ ഉണ്ടാക്കുന്നത്. ഇനി ഞാനിവിടെ വേപ്പിലയാണ് കേട്ടോ, ആര്യവേപ്പില എന്ന് പറയും. അപ്പോൾ വേപ്പിലയാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ഞാൻ തളിര ഇലയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല മൂത്ത ഇലേനെക്കാട്ടിലും ഈ ഒരു രീതിയിൽ നമ്മുടെ വീട്ടിലോ അടുത്ത വീട്ടിലോ പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു പിടിയോളം എടുക്കണം കേട്ടോ. കുറച്ചധികം ഉണ്ട്, വളരെ നല്ലതാണ് കേട്ടോ. ഇത് ചൊറിച്ചിലൊക്കെ മാറാനും അലർജിയൊക്കെ മാറാൻ വേണ്ടിയിട്ട് ആര്യവേപ്പില വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് ഇപ്പോൾ ഈ ഒരു ചൂടുകാലമായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഭയങ്കര ചൂടുകുരു, അതുപോലെ തന്നെ ചൊറിച്ചിൽ, വിയർപ്പൊക്കെ ഇരുന്നിട്ടുള്ള ചൊറിച്ചിൽ, അങ്ങനെയുള്ള കുറേ അലർജിയുടെ കുറേ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഒത്തിരി ഉപകാരമാണ് കേട്ടോ. ഞാനിവിടെ കറ്റാർവാഴയെല്ലാം ആദ്യം തന്നെ ഇതുപോലെ ഇതിൻ്റെ ഈ ഒരു പൾപ്പ് എടുത്ത് മാറ്റുവാണ് കേട്ടോ. കറ്റാർവാഴ നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ ഒരു 10-20 മിനിറ്റ് ഇതുപോലെ വെക്കണം കേട്ടോ. എന്നാലാണ് അതിൻ്റെ ഒരു മഞ്ഞ കളറിലൊരു കറ പോലൊരു ഭാഗമുണ്ട്. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് അതിനെ കഴുകിയെടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ പൾപ്പെടുത്ത് മാറ്റണം. കറ്റാർവാഴ തലയിൽ തേക്കാൻ മാത്രമല്ല കേട്ടോ, നമ്മളെ ബോഡിയിൽ തേക്കാനും നല്ലതാണ്. ഫേസ് പാക്കൊക്കെ ഞാൻ ഇതുപോലെ ഉണ്ടാക്കാറുണ്ട്. ഇതുപോലെ തന്നെ ഇനി പ്രത്യേകിച്ച് ഞാനിത് ഇടാനുള്ളൊരു കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ചൂടുകുരുവിനെ കൊണ്ടുള്ളൊരു ശല്യമാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. ഇത് നമ്മൾ കുളിക്കാൻ പോകുന്നതിൻ്റെ മുന്നേ മുഖത്തും കഴുത്തിലൊക്കെ ഇടാം. അതുപോലെ തന്നെ മുഖക്കുരുവിൻ്റെ ഇതുപോലത്തെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പൾപ്പൊക്കെ ഞാൻ എടുത്ത് മാറ്റുവാണ് കേട്ടോ. ഇതുപോലെ മിക്സിയുടെ പൊടിക്കുന്ന ജാറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി കഴുകി വെച്ചിട്ടുള്ള ഈ ഒരു തുളസിയുടെ ഇലയാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഒരു തവണ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല എഫക്റ്റീവാണ് കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഈ ഒരു സമയം വളരെ ബുദ്ധിമുട്ടാണ്. സ്കൂളൊക്കെ അടച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികളെപ്പോഴും കളിയും നല്ല വെയിൽ കൊള്ളലൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ. ഇതുപോലെ ഈ ഔഷധങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് എണ്ണ കാച്ചിയെടുക്കാൻ. ഈ ഒരു 3 സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ എണ്ണ ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നി. എൻ്റെ മുഖത്തും അതുപോലെ തന്നെ കുട്ടികൾക്ക് മുഖത്തും കയ്യിലും കാലിലും ഒക്കെ നല്ലോണം ഇതുപോലെ തേച്ച് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഒരുക്കി വെച്ച് മിക്സിയുടെ ജാറിലിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒട്ടും വെള്ളമില്ല. ഇത് ഈ കറ്റാർവാഴയുടെ ഒരു നീര് മാത്രമേ ഉള്ളൂ. ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഞാനിവിടെ ഇതുപോലെ ഒരു പാനിലേക്ക് മാറ്റുവാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി ഒന്നും ഉണ്ടാക്കി നോക്കണ്ട. നമുക്ക് ആദ്യം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉണ്ടാക്കി നോക്കിയാൽ മതി. നല്ല എഫക്റ്റീവാണെന്ന് തോന്നിയാൽ മാത്രം നമുക്ക് കുറച്ചധികം ഉണ്ടാക്കിയാൽ മതി. ഇത് നമുക്ക് എന്നും യൂസ് ചെയ്യാം കേട്ടോ. മുഖക്കുരുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം. ഈ ഒരു ചൂട് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ചൂട് സമയം. അപ്പോൾ ആ ഒരു സമയത്തിന് പറ്റിയൊരു ഓയിലാണ് കേട്ടോ. ബോഡി മസാജിങ് ഓയിലാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം കേട്ടോ. 1/4 ലിറ്റർ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഞാൻ 1/2 ലിറ്ററിൻ്റെ പാക്കറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിതുവരെ സ്റ്റൗവിലൊന്നും വെച്ചിട്ടില്ല, ഇങ്ങനെ തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ നമുക്കിത് സ്റ്റൗവിൽ വയ്ക്കാം കേട്ടോ. സ്റ്റൗവിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ തീയിലിട്ടിട്ട് വേണം നമ്മളിതിനെ ഒന്ന് ചൂടാക്കിയെടുക്കാൻ. ഞാനിവിടെ സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്, വളരെ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയം നമ്മുടെ എണ്ണ കണ്ടാലും മനസ്സിലാവും എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. ഈ ആര്യവേപ്പില എന്ന് പറയുന്നത് ഒട്ടുമിക്ക അസുഖങ്ങൾക്കും തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾക്ക് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതാ ചെറുതായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. ഒത്തിരി സമയമൊന്നും എടുക്കില്ല കേട്ടോ. ഇത് റെഡിയായി കിട്ടാൻ വേണ്ടി ഇത് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, അരിച്ചൊഴിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി. ഇതെല്ലാം നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ.
ഇത് ഏറ്റവും കൂടുതൽ പ്രായഭേദമന്യേ ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. കുഞ്ഞുങ്ങൾക്കും തേച്ച് കൊടുക്കാം കേട്ടോ. ഈ തുളസി ഇലയും ഇതുപോലെയൊക്കെ തന്നെ വളരെ ഔഷധ ഗുണമുള്ള ഒരു ഇലയാണ്. അതൊന്നും ആരും പറഞ്ഞു തരാതെ തന്നെ എല്ലാവർക്കും അറിയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്ത എണ്ണ കാച്ചി കഴിഞ്ഞാൽ നമുക്കിത് എന്നും ഉപയോഗിക്കുക എന്നുള്ളതാണ്. എൻ്റെ ഇതുപോലെ കഴുത്തിലൊക്കെയുള്ള ചൂടൊക്കെ പോയത് ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷമാണ് കേട്ടോ. നല്ല ചൂടാണ് ഇപ്പം, നമ്മുടെ കാലാവസ്ഥ വളരെ മോശമാണ്. അപ്പോൾ അതാ നന്നായിട്ട് ഇതുപോലെ കാച്ചി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പത വരില്ലേ ഈ ഒരു സമയത്ത്, കണ്ടോ? ഈ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് ചൂടാറാൻ കൊടുക്കണം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത് കാണിച്ചു തരുന്നത്. സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ച് ഞാൻ താഴെ വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. ഈ എണ്ണയുടെ കളറ് കണ്ടോ? ഈ ഒരു രീതിയിൽ കളറ് വരണം. ഒത്തിരി അങ്ങോട്ട് മൂപ്പിച്ചെടുക്കരുത് കേട്ടോ. ഒത്തിരി മൂത്ത് പോയി കഴിഞ്ഞാൽ അതാ കൽക്കമൊക്കെ ഇങ്ങനെ കരിഞ്ഞ മണം എടുക്കും. ഇതിപ്പോൾ ഓയിലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചെടുക്കണം. നല്ലൊരു കളറാണ് കേട്ടോ ഇത്, നല്ലൊരു ഗ്രീൻ കളറാണ്. നന്നായി ചൂടാറിയതിന് ശേഷം ഇതുപോലെ അരിപ്പയിൽ വെച്ച് അരിച്ചെടുക്കാം. അരിപ്പ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഒരു തുണി, പഴയ തുണി എടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടെ ഓയിൽ ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. അതാ ഇത് കാണുന്നില്ലേ, നല്ല ഡാർക്ക് ഗ്രീൻ കളറിലാണ് ഈ ഓയിൽ ഇരിക്കുക കേട്ടോ. ഇത് നമുക്ക് തലയിൽ വേണമെങ്കിലും തേക്കാം, ഈ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷേ ഇത് കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിച്ചത് ഡെയിലി ഞാൻ ഒരു 2-3 ഡ്രോപ്പെങ്കിലും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. നമ്മൾ കുളിക്കാനൊക്കെ പോകുന്നതിൻ്റെ മുന്നേ കഴുത്തിലും മുഖത്തൊക്കെ ഈ നെറ്റിയിലൊക്കെ നന്നായിട്ട് ചൂടുകുരു പൊങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഓയിൽ തേച്ച് പയറുപൊടിയോ കടലപ്പൊടിയിലൊക്കെ നന്നായിട്ട് ഫേസ് പാക്കൊക്കെ കഴുകുന്ന പോലെ കഴുകിയാലും മതിയാവും കേട്ടോ. വളരെ എഫക്റ്റീവാണ് കേട്ടോ, നല്ലൊരു കളറൊക്കെ കിട്ടും. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ എല്ലാവരും ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞുങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുള്ളൊരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കേട്ടോ, ചൂട് കൊണ്ട്. ഇപ്പോൾ ചൂടുകുരൊക്കെ ഉള്ളവർ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കി നല്ല റിസൾട്ടാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഞാനിവിടെ ഇത് ഇനി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇത് കുറേശ്ശെ മാത്രം എടുക്കാൻ പാകത്തിനാണ് കേട്ടോ ഇങ്ങനെ ഒരു വായവട്ടമുള്ള പാത്രത്തിൽ ഇട്ട് വയ്ക്കുന്നത്.